ഹായ് എവ്രിവൺ. കേരള യൂണിവേഴ്സിറ്റിയുടെ 6th സെമിസ്റ്ററിലെ ഫിസിക്കൽ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് നോക്കി കാണാൻ പോകുന്നത്. ഞാനൊരു 3 പാർട്ടായിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യം 1 മാർക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, 2 മാർക്കും 4 മാർക്കും ഒക്കെ ഡിസ്കസ് ചെയ്യാം. ഈ സെഷനിൽ സ്പെസിഫിക്കലി ഞാൻ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. 10 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അതിനനുസരിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്തു തീർക്കാം. ഓഫ് കോഴ്സ് ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഓർഗാനിക്കും നമുക്ക് കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഈ 10 ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്കറിയാം 1 മാർക്കിനാണ് ചോദ്യമെങ്കിൽ ഒരുപാടൊന്നും എഴുതേണ്ട ആവശ്യമില്ല അല്ലേ. നമുക്ക് 2 or 3 ലൈൻസിൽ നമുക്ക് ചോദിച്ച കാര്യങ്ങൾ മാത്രം സ്പെസിഫൈ ചെയ്തിട്ട് എഴുതി പോയാൽ മതി. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. എന്താ ചോദിച്ചിരിക്കുന്നത്? സ്റ്റേറ്റ് ദി 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്താൽ മതി. ഈ ഒരു പിക്ചർ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. ഞാൻ ഇതിനെ സ്റ്റേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ്: ഇഫ് ടു സിസ്റ്റംസ് ഏതൊക്കെയാണ് സിസ്റ്റംസ്? ഞാൻ പറയുന്ന സിസ്റ്റംസ് ബി ആൻഡ് സി ആണ്. ഓക്കെ, ആർ ഈച്ച് ഇൻ thermal equilibrium with a third system, with another system which is what? A എന്ന് പറയുന്ന സിസ്റ്റം ആണ്. then they are in thermal equilibrium with each other എന്ന് നമുക്ക് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. എന്തായി പറഞ്ഞിരിക്കുന്നത്? എന്താണ് ഈ തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ? ഇറ്റ് ജസ്റ്റ് മീൻസ് ദാറ്റ് ദ ടെമ്പറേച്ചർ ഈസ് വോട്ട് കോൺസ്റ്റൻറ്റ്. പറയുന്നത് ഇത്രയേടെ ഉള്ളൂ. ഇവർ രണ്ടുപേരും എന്താണ്? തെർമൽ ഇക്വിലിബ്രിയം വിത്ത് എ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവരും എന്തായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ക്ലിയർ ആണല്ലോ? അതായത് ഇഫ് ടു സിസ്റ്റംസ് ആർ ഈച്ച് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് അനദർ സിസ്റ്റം, ദെൻ ദേ ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ഈച്ച് അതർ. ക്ലിയർ? യെസ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് മെൻറ്റ് ബൈ ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം? നോക്കൂ, ഇന്റേണൽ എനർജിയെ പറ്റിയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇന്റേണൽ എനർജിയെ നമ്മൾ എങ്ങനെ ഡെസിഗ്നേറ്റ് ചെയ്യും? യെസ്, ഡെൽറ്റ യു. നോക്കൂ, ഇറ്റ് ഈസ് ദി സം ടോട്ടൽ ഓഫ് all energies present in the system എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് എന്ത് പറയാം, നമുക്ക് റൊട്ടേഷണൽ എനർജി പ്ലസ് വൈബ്രേഷണൽ എനർജി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, അബ്സല്യൂട്ട് വാല്യൂ നോക്കണേ, ഇവിടെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. absolute value of internal energy cannot be measured. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. വാല്യൂ ഓഫ് ഇന്റേണൽ എനർജി cannot be measured. And internal energy depends on what? Internal energy is a function of what? ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ നിങ്ങളുടെ ഇന്റേണൽ എനർജി കൂടിയിരിക്കും. ഇന്റേണൽ എനർജി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ഇത്രയും കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ ദി എൻട്രോപ്പി ചേഞ്ചസ് ഇൻ റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്. ഓക്കെ, അപ്പോൾ എന്താണ് എൻട്രോപ്പി എന്നുള്ളത് നമുക്കറിയണം അല്ലേ. എൻട്രോപ്പി ആക്ച്വലി മെഷേഴ്സ് വാട്ട്? എൻട്രോപ്പി മെഷേഴ്സ് disorderness or randomness in a system, okay. And ഇവിടെ ഡെൽറ്റ എസ് നമ്മൾ റിവേഴ്സിബിൾ പ്രോസസ്സിലാണെങ്കിൽ നോക്കണേ, റിവേഴ്സിബിൾ പ്രോസസ്സിനാണെങ്കിൽ നമ്മൾ ഇങ്ങനെയായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഡെൽറ്റ ക്യൂ റിവേഴ്സിബിൾ ബൈ ടി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ആൻഡ് റിവേഴ്സിബിൾ പ്രോസസ്സിൽ എന്തായിരിക്കും? ഡെൽറ്റ എസ് എന്തായിരിക്കും? 0 എന്നും നമുക്ക് പറയാൻ പറ്റും. ഓൾ റൈറ്റ്. ഇനി
ഇറിവേഴ്സിബിൾ പ്രോസസ്സിലാണെങ്കിലോ, ഇറിവേഴ്സിബിൾ പ്രോസസ്സിലാണെങ്കിൽ അല്ലേ, ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ അക്കോർഡിംഗ് ടു എന്താണ്, ഒബേയിങ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ എസ് യൂണിവേഴ്സ് എന്തെഴുതാം? ഇസ് ഈക്വൽ ടു ഡെൽറ്റ എസ് സിസ്റ്റം പ്ലസ് ഡെൽറ്റ എസ് സറൗണ്ടിങ്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ആൻഡ് യുവർ ഡെൽറ്റ എസ് യൂണിവേഴ്സ് എന്തായിരിക്കും? വിൽ ബി ഗ്രേറ്റർ ദാൻ വോട്ട് 0 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതായത് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഇൻ എൻ ഇറിവേഴ്സിബിൾ പ്രോസസ് entropy always what? Increases. Entropy always increases എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ റിവേഴ്സിബിളും ഇറിവേഴ്സിബിളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താണ്? യെസ്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഫ്യുഗാസിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കണം, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഫ്യുഗാസിറ്റി നോക്കാം നമുക്ക്. ഫ്യുഗാസിറ്റിയെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഡിഫൈൻസ് as the escaping tendency of gas in a heterogeneous system. ഇതിനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ LPG ഗ്യാസ് അല്ലേ, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് നമ്മൾ എടുക്കുകയാണ്. ഇവിടെ എന്തായിരിക്കും? നമ്മൾ ഈ ഗ്യാസിനെ പ്രഷറൈസ് ചെയ്തിട്ട് ലിക്വിഡിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, ഇനി നമ്മളെ സ്റ്റൗവിൻ്റെ നോബ് തിരിക്കുമ്പോൾ എന്തായിരിക്കും? ഇതിൻ്റെ പ്രഷർ ആക്ച്വലി റിലീസസ് അല്ലേ, അല്ലെങ്കിൽ ഫ്യുഗാസിറ്റി എന്തായിരിക്കും? ഈ ഗ്യാസിൻ്റെ ഫ്യുഗാസിറ്റി എന്താവും? ഡിക്രീസസ് ചെയ്യും. അതായത് ഇവരുടെ ഈ ഫേസ് ചേഞ്ച് ലിക്വിഡിൽ നിന്ന് എവിടേക്ക് കൺവേർട്ട് ചെയ്യും? ഗ്യാസിലേക്ക് കൺവേർട്ട് ചെയ്യും. ദ സെയിം പ്രിൻസിപ്പിൾ ദാറ്റ് ഈസ് ഇൻ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ സോഡ അല്ലേ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ദ ഫ്യുഗാസിറ്റി. ദ ടേം ഫ്യുഗാസിറ്റി ഈസ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ദ ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസസ്. ആൻഡ് ഓഫ് കോഴ്സ് എന്തായിരിക്കും? ദേ എക്സ്പ്ലെയിൻസ് വാട്ട്? എക്സ്പ്ലെയിൻസ് ദി എസ്കേപ്പിംഗ് ടെൻഡൻസി ഓഫ് ഗ്യാസസ്. ഇൻ എ ഹെട്രോജീനിയസ് സിസ്റ്റം. എന്താണ് ഹെട്രോജീനിയസ് സിസ്റ്റം? ഹോമോജീനിയസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആയിരിക്കും. ഹെട്രോജീനിയസ് ആകുമ്പോൾ എന്തായിരിക്കും? ഇവിടെ 2 സിസ്റ്റംസ് ഒക്കെ ഉണ്ടാവും അല്ലേ. സോളിഡ്, ലിക്വിഡ് ഗ്യാഷ്യസ് സിസ്റ്റം ഒക്കെ നമുക്ക് ഹെട്രോജീനിയസ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യമേ ഉള്ളൂ. ഇറ്റ് ഡിഫൈൻസ് ആസ് ദി എസ്കേപ്പിംഗ് ടെൻഡൻസി ഓഫ് ഗ്യാസ് ഇൻ എ ഹെട്രോജീനിയസ് സിസ്റ്റം. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ കൊടുക്കുക. എന്താണ്? LPG ഗ്യാസ്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി അടുത്ത കാര്യം, അടുത്തത് എന്താണ്? യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ്? എക്സ്പ്ലെയിൻ ദ ക്രൈറ്റീരിയ ഫോർ IR ആക്ടിവിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ IR ആക്ടിവിറ്റിയെ പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CO, NO എന്ന HCl എന്നൊക്കെ പറയുന്ന മോളിക്യൂൾസ് എന്താണ്? യെസ്, ദേ ആർ IR ആക്റ്റീവാണ്. അതേസമയം H2, O2, N2, Cl2 ഒക്കെ എന്താണ്? IR ഇനാക്റ്റീവാണ്. ഓക്കെ, ഇനി എന്താണ് ക്രൈറ്റീരിയ? നോക്കൂ, ഫോർ എ മോളിക്യൂൾ ടു ബി IR active, it must cause a change in dipole moment. ശ്രദ്ധിക്കണേ, എന്താ പറയുന്നത്? For a molecule to be IR active, its vibration, IR vibration must cause a change in dipole moment. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇൻട്രാക്ട് ചെയ്യാൻ പറ്റൂ, IR ആക്റ്റീവ് ആകാൻ പറ്റൂ. CO, HCl എന്നൊക്കെ പറയുന്നത് എന്താണ്? CO, HCl എന്നൊക്കെ പറയുന്നത് they possess a permanent dipole moment, mu not equal to 0. They possess a permanent dipole. അപ്പോൾ എന്തായിരിക്കും? The IR radiation can actually change the dipole moment. പക്ഷേ O2, H2 ഒക്കെ എന്താണ്? ഡൈപോൾ മൊമെന്റ് എന്താണ്? 0 ആണ്. അതുകൊണ്ട് തന്നെ ഇവരെന്തായിരിക്കും? IR ഇനാക്റ്റീവ് ആയിരിക്കും. ക്ലിയർ? ഇനി 6th ക്വസ്റ്റ്യൻ നോക്കിയാലോ? നോക്കാം. എന്താണ്? വാട്ട് ഈസ് മെൻറ്റ് ബൈ ഐസോകോറിക് പ്രോസസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഐസോകോറിക് പ്രോസസ് എന്തായിരിക്കും?
വി ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ എ പ്രോസസ്, എ തെർമോഡൈനാമിക് പ്രോസസ്, a thermodynamic process in which the volume remains what? Constant. The volume remains constant. Remains constant. അല്ലെങ്കിൽ V is equal to അല്ലെങ്കിൽ delta V is equal to what? 0. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ എന്തായിരിക്കും? മൈനസ് പി ഡി വി. ഡി വി എന്തായിരിക്കും? 0 ആയിരിക്കും. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു വോട്ട്? 0. അല്ലെങ്കിൽ നമ്മുടെ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വർക്ക് ഇവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ഹീറ്റ്, നിങ്ങൾ കൊടുക്കുന്ന ഹീറ്റ് എന്തായിരിക്കും? യെസ്, നിങ്ങളുടെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ യൂസ് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ. ഓൾറൈറ്റ്, ദാറ്റ് ഈസ് ഐസോകോറിക് പ്രോസസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നോക്കാം. 7th ക്വസ്റ്റ്യൻ, ബോൺ ഒപ്പൻഹൈമർ അപ്രോക്സിമേഷൻ. നോക്കാം നമുക്ക്. ഇതാ ബോൺ ഒപ്പൻഹൈമർ അപ്രോക്സിമേഷൻ. ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളുടെ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിഫറെൻറ്റ് ആറ്റംസ് കൂടി ചേർന്നായിരിക്കും അല്ലേ? അപ്പോൾ എന്താവും? സ്വാഭാവികമായിട്ടും ഇവിടെ എന്തുണ്ടാവും? ഒരുപാട് ന്യൂക്ലിയസും ഇലക്ട്രോൺസും ഉണ്ടാകും അല്ലേ? ന്യൂക്ലിയസും ഉണ്ടാകും, അതേപോലെ ഇലക്ട്രോൺസും ഉണ്ടാകും. ആൻഡ് നിങ്ങൾക്കറിയാം ദ മാസ് ഓഫ് ന്യൂക്ലിയസ് എന്താണ്? മാസ് ഓഫ് ന്യൂക്ലിയസ് ഇസ് വെരി ഗ്രേറ്റർ ദാൻ വോട്ട്? മാസ് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് എന്താണ്? വളരെ ലൈറ്റർ ആയിട്ടുള്ള പാർട്ടിക്കിളാണ്. നിങ്ങൾക്കറിയാം 1/1837 ടൈംസ് ലെസ്സർ ആണ് അല്ലേ? പ്രോട്ടോണിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ മാസ് ഓഫ് ഇലക്ട്രോൺ അത്രയും എന്താണ്? ചെറുതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ന്യൂക്ലിയസിൻ്റെ മാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് നെഗ്ലിജിബിൾ ആണ്. അങ്ങനെയാവുമ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഇത്രയും ലൈറ്റർ ആയതുകൊണ്ട് തന്നെ ഇവരുടെ സ്പീഡ് അല്ലെങ്കിൽ മോഷൻ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, the motion of nuclei is very slow when compared to speed at which electrons moves. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യാണ്? ന്യൂക്ലിയസ് സ്റ്റേഷനറി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അതായത് ആൻഡ് hence it is assumed that nuclei do not move. ഇത്ര കാര്യമേ ഉള്ളൂ. ന്യൂക്ലിയയും ഇലക്ട്രോൺസിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് എന്താണ്? വെരി ഫാസ്റ്റ് കമ്പയർഡ് ടു ദം. ന്യൂക്ലിയൈ ഇവരെന്ത് ചെയ്യും? ഫാസ്റ്റർ ആയിട്ട് മൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുകയാണ് ന്യൂക്ലിയൈ ഡു നോട്ട് മൂവ്. ഇതിൻ്റെ ഡെഫിനിഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈസ് എ കീ കോൺസെപ്റ്റ് ഇൻ ക്വാണ്ടം കെമിസ്ട്രി ദാറ്റ് സിംപ്ലിഫൈസ് ദി സ്റ്റഡി ഓഫ് മോളിക്യൂൾസ് ബൈ അസ്യൂമിങ് ഇലക്ട്രോണിക് ആൻഡ് ന്യൂക്ലിയർ മോഷൻസ് ക്യാൻ ബി ട്രീറ്റഡ് വോട്ട് സെപ്പറേറ്റ്ലി. അതായത് ന്യൂക്ലിയസ് മൂവ് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ബോൺ ഒപ്പൻഹൈമർ അപ്രോക്സിമേഷൻ. ഓക്കെ, ഇനി 8th ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വാട്ട് ഈസ് ദി ഓർഡർ ഓഫ് എ ഗ്രൂപ്പ് വിത്ത് റെസ്പെക്ട് ടു സിമെട്രി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? യെസ്. എന്താണ് ഡെഫിനേഷൻ? നോക്കൂ, ഇവിടെ എന്താ പറയുന്നത്? ലെറ്റ്സ് സേ നമ്മളൊരു H2O മോളിക്യൂൾ കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് ഇവരുടെ സിമ്മട്രി ചേഞ്ച് ചെയ്യാതെ എത്ര ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഓർഡറിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഓർഡർ റെഫേഴ്സ് ടു ദി ടോട്ടൽ നമ്പർ ഓഫ് സിമ്മട്രി ഓപ്പറേഷൻസ് ദാറ്റ് ക്യാൻ ബി പെർഫോംഡ് ഇൻ എ മോളിക്യൂൾ വിതൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് അപ്പിയറൻസ്. ആൻഡ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? H കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. എന്തൊക്കെ ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാം? ഐഡൻറ്റിറ്റി ഓപ്പറേഷൻ നമുക്ക് ചെയ്യാം, റിഫ്ലക്ഷൻ, റൊട്ടേഷൻ, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ H2O ആണെങ്കിൽ നമുക്ക് ഐഡൻറ്റിറ്റി ഓപ്പറേഷൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് C2 ഓപ്പറേഷൻ ചെയ്യാം, സിഗ്മ XZ, സിഗ്മ YZ, റിഫ്ലക്ഷൻ ഇൻ XZ പ്ലെയിൻ ആൻഡ് റിഫ്ലക്ഷൻ ഇൻ YZ പ്ലെയിനും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ടോട്ടൽ ഓപ്പറേഷൻസ് എത്രയാണ്? 4, വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് കോൺഫിഗറേഷൻ, അപ്പിയറൻസ്. അപ്പോൾ എന്തായിരിക്കും? യെസ്, ഓർഡർ എത്രയായിരിക്കും ഇവിടെ? ഓർഡർ ഇസ് ഈക്വൽ ടു 4 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി 9th ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? കാർബൺ ടെട്രാക്ലോറൈഡ് ഡസ് നോട്ട് പൊസസ് ഡൈപോൾ മൊമെന്റ് ഈവൻ ദോ CCl ബോണ്ട് ഈസ് പോളാർ. ഗിവ് റീസൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? CCl എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ ടെട്രാക്ലോറൈഡ്. ഓക്കെ, ഇവിടെ എന്താണ്? യെസ്, കാർബൺ Cl എന്ന് പറയുന്ന പെർട്ടിക്കുലർ ബോണ്ട് ഇവിടെ എന്തുണ്ടാവും? ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ട് അല്ലേ? ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും എന്താണ്?
പോളാറാണ്. പക്ഷേ ഇതിൻ്റെ ജോമെട്രി എന്താണ്? യെസ്, ടെട്രാഹിഡ്രൽ ആണ്. ദി ടെട്രാഹിഡ്രൽ ജോമെട്രി cancels the overall dipole moment. ഓക്കെ, ഇൻഡിവിജ്വലി ഇവർ പോളാർ ആണെങ്കിലും എന്തായിരിക്കും, ഓവറോൾ നോക്കുമ്പോൾ എന്തായിരിക്കും, ഇവർ ക്യാൻസൽസ് ഔട്ട് ചെയ്യും. ഇതാ ഇവിടെ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ 3 ഡയമെൻഷനലി വിഷ്വലൈസ് ചെയ്താൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇവിടെ എന്തായിരിക്കും, ഇതിൻ്റെ ഡൈപോൾ മൊമെൻ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്കറിയാം പ്യുവർ ജോമെട്രീസിൻ്റെ ഡൈപോൾ മൊമെൻ്റ് അല്ലേ, പ്യുവർ ജോമെട്രീസിൻ്റെ ഡൈപോൾ മൊമെൻ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. ലൈക്ക് ട്രയഗണൽ, പ്ലാനാർ, ടെട്രാഹിഡ്രൽ, ട്രയഗണൽ, ബൈപിരമിഡൽ, ഒക്ടാഹിഡ്രൽ, ഇവരുടെയൊക്കെ എന്തായിരിക്കും, ഡൈപോൾ മൊമെൻ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? യെസ്. ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ ഓഫ് ദിസ് സെഷൻ എന്താണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. വാട്ട് ഈസ് മെൻഡ് ബൈ കെമിക്കൽ ഷിഫ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവരുടെ ഇക്വേഷൻ എഴുതാം. എങ്ങനെയായിരുന്നു? ഡെൽറ്റ കെമിക്കൽ ഷിഫ്റ്റ് ഇസ് ഈക്വൽ ടു ന്യൂ റെസണൻസ് ഫ്രീക്വൻസി ഓഫ് സാമ്പിൾ മൈനസ് എന്തായിരിക്കും, നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് ആരാണ്, ടെട്രാമീത്തൈൽ സിലൈൻ ആണ് അല്ലേ. TMS ഡിവൈഡഡ് ബൈ വോട്ട്, ന്യൂ TMS ഇൻറ്റു 10⁻⁶. ഇതെന്തിലായിരിക്കും, PPM-ലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇതിനെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്യും. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ്, എന്നിട്ട് ഞാൻ പറയാം കേട്ടോ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഡിഫറൻസ് ഇൻ, നോക്കോളെ, ദ ഡിഫറൻസ് ഇൻ റെസണൻസ് ഫ്രീക്വൻസി ഓഫ് ന്യൂക്ലിയസ് ലൈക്ക് ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക, H1 അതേപോലെ C13 അല്ലേ, H1 C13 ന്യൂക്ലിയസ്, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ, കോമൺ ആയിട്ട് ന്യൂക്ലിയസ് കമ്പയർഡ് ടു എ റെഫറൻസ് ന്യൂക്ലിയസ്, റെഫറൻസ് കോമ്പൗണ്ട്. യൂഷ്വലി എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്, യൂഷ്വലി അത് എന്തായിരിക്കും, TMS ആയിരിക്കും അല്ലേ, ടെട്രാമീത്തൈൽ സിലൈൻ ആയിരിക്കും. അപ്പോൾ ഇത്രയാണേ ഉള്ളൂ. ഇതെന്താണ് കൊടുത്തിരിക്കുന്നത്, ഈ TMS-ഉമായിട്ടുള്ള ഡിഫറൻസ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഡിഫറൻസ് ഇൻ റെസണൻസ് ഫ്രീക്വൻസി ഓഫ് ന്യൂക്ലിയസ്. ഏതൊക്കെ ന്യൂക്ലിയസ്, H1 C13 NMR-ലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, കമ്പയർഡ് ടു എ റെഫറൻസ് ഏതാണ്, TMS. ആൻഡ് ഇവിടെ ഡെൽറ്റയുടെ വാല്യൂ ഹയർ ആണെങ്കിൽ, എന്താ പറഞ്ഞിരിക്കുന്നത്, ഡെൽറ്റയുടെ വാല്യൂ ആണ് പറയുന്നത് കേട്ടോ. ഡെൽറ്റയുടെ വാല്യൂ ഹയർ ആണെങ്കിൽ നമ്മൾ എന്താണ് പറയുക, ഡൗൺ ഫീൽഡ് എന്ന് പറയും അല്ലേ, ഡൗൺ ഫീൽഡ് എന്ന് പറയും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ പറയും ഡിഷീൽഡഡ് ന്യൂക്ലിയൈ ആണ്. ഇനി ഡെൽറ്റയുടെ വാല്യൂ ലോവർ ആണ്, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, അപ്പ് ഫീൽഡ് ആയിരിക്കും. അല്ലെങ്കിൽ we will call this as what, ഷീൽഡഡ് ന്യൂക്ലിയൈ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്തായാലും സ്റ്റുഡൻസുമായിട്ട് ഷെയർ ചെയ്യുക. പെട്ടെന്ന് തന്നെ നമുക്ക് 2 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.